നമസ്കാരം. ഉള്ളത് പറയാം. കണ്ണൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. കൃത്യമായ കണക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ CPM തയ്യാറല്ല. പിരിച്ച പണത്തിൽ അപാകതയില്ലെന്ന് പാർട്ടിക്കാരെ കുടുംബസംഗമം വിളിച്ച് ബോധ്യപ്പെടുത്തും. പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഫണ്ട് തട്ടിപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പണം വകമാറ്റിയതിന് തെളിവാണ്. തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നയാൾ പാർട്ടി ശത്രുവും പകമൂത്ത് അന്ധത ബാധിച്ച ആളുമായി. ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം അത് പുസ്തക പ്രകാശനം ചെയ്തയാൾ ജോസഫ് C. മാത്യു. അയാൾക്ക് CPM-ആയിട്ട് ഒരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPM-ന്റെ ഏതെങ്കിലും അയലത്തൂടെ മറ്റേ പോയോന്ന് എനിക്കറിയില്ല. CPM-ഉമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് C. മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ പുസ്തകത്തിൽ ഉടനീളം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കും. TA മസൂദൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. ഇതാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണം. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പ്രകാശനം നടന്നതിന് പിന്നാലെയായിരുന്നു രാഗേഷിന്റെ വിചിത്രമായ വിശദീകരണം. പിരിച്ചെടുത്ത പണത്തിൽ തിരിമറി നടന്നിട്ടില്ലെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നതിന് ജില്ലാ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ രസകരമാണ്. പാർട്ടിക്കാരിൽ നിന്നാണ് പണം പിരിച്ചത്, അവർ പൊതുജനങ്ങളല്ല. ബൂത്ത് തലത്തിൽ കുടുംബ സംഗമം നടത്തി അവരെ ബോധിപ്പിച്ചാൽ മതി. അതായത് ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ വകമാറ്റും, ഞങ്ങളോട് ആരും ചോദിക്കേണ്ട. ജനങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾ കൊടുക്കും. ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാണ് ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ പറയാം. ഇതില് ധനരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന്, രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാർ. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാനീ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. V. കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാർ പരിശോധിച്ച കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചത്. മനസ്സിലായി? ഞാൻ ഇത്രയും പറയാൻ കാരണം, V. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിലുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ,
പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റും? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയുക, സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചെയ്തു. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ? അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. കുഞ്ഞികൃഷ്ണന് പകമൂത്ത് അന്ധത ബാധിച്ചെന്ന് പറയുമ്പോഴും അദ്ദേഹം ഉയർത്തിയ പല കാര്യങ്ങളും ശരിയാണെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നത് കാണാതിരിക്കാനാവില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടും പരസ്പരം വക മാറ്റിയിട്ടുണ്ട്. 1 കോടി പിരിച്ച രക്തസാക്ഷി ഫണ്ടിൽ വീട് പണിത ശേഷമുള്ള പണം കേസ് നടത്താൻ ഉപയോഗിച്ചുവെന്നാണ് വിശദീകരണം. 4 വർഷത്തിന് ശേഷമാണ് കണക്ക് അവതരിപ്പിച്ചത്. ഇത് വീഴ്ചയായിരുന്നു. ഇത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല. ഇതാണ് വിശദീകരണം. തെറ്റുതിരുത്താൻ പാർട്ടി നടപടിയെടുത്തിരുന്നു. കെട്ടിട നിർമ്മാണത്തിനായി ധനരാജ് ഫണ്ട് എടുത്തതിനും നടപടി ഉണ്ടായി. TI മധുസൂദനൻ MLA-ക്കെതിരെ നടപടി ഉണ്ടായി. ഫണ്ട് ശേഖരണത്തിനുള്ള രസീത് നഷ്ടപ്പെട്ടതിന് ഓഫീസ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു. രസീത് അടിച്ചതിൽ തെറ്റുണ്ടായി. പക്ഷേ അത് മധുസൂദനന്റെ കുഴപ്പമല്ല. ഇത്രയും കാര്യങ്ങൾ സമ്മതിക്കുമ്പോൾ അത് ഫണ്ട് പിരിവിലെ ക്രമക്കേടല്ലാതെ പിന്നെന്താണ്? ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ? അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം. പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷം. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പൊ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടു. അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ? ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് പകമാറി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ട് അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള TI മധുസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാൾ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞാണ്. പക്ഷെ എന്താ പ്രശ്നം? വി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ വി കുഞ്ഞികൃഷ്ണൻ ശരിയാവും. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. ഇത്രയും ക്രമക്കേട് നടന്നിട്ടും ഫണ്ട് വകമാറ്റിയെന്ന് സമ്മതിച്ചിട്ടും കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് എന്തിനാണ്? ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, അതിനാണ് അവന്മാരെന്നെ എന്ന് പറയുന്നത് പോലെയായി പാർട്ടിക്ക് വേണ്ടിയുള്ള രാഗേഷിന്റെ ന്യായീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഗൃഹസന്ദർശനവുമായി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് പാർട്ടി ഫണ്ട് തട്ടിപ്പിലെ വികലമായ വാദം. 1 അല്ല 3 ഫണ്ട് പിരിവുകളിലെ ക്രമക്കേടാണ് പാർട്ടി ഈ രീതിയിൽ വിശദീകരിച്ച് കുളമാക്കിയത്. പിരിച്ച പണം ഉപയോഗിച്ചതായി കൃത്രിമ രേഖയുണ്ടാക്കൽ, വകമാറ്റി ചെലവാക്കൽ, കണക്ക് കാണിക്കാതിരിക്കൽ, ഇതെല്ലാം നടന്നുവെന്ന് സമ്മതിക്കുന്ന രീതിയിലായി ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം.
എന്നാൽ പാർട്ടിക്കാരിൽ നിന്നും അനുഭാവികളിൽ നിന്നുമാണ് പിരിച്ചത്, ഓഡിറ്റിംഗും നടത്തി, അത് മതി, അവരെ ബോധിപ്പിച്ചോളാം. എല്ലാ കണക്കുകളും ഒരു സംശയത്തിനും ഇട നൽകാതെ ബോധിപ്പിക്കുമെന്ന് പറഞ്ഞ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം വരെ കാത്തിരിക്കുകയായിരുന്നു പാർട്ടി. പുസ്തക പ്രകാശനത്തിന് കൂടിയ ആളുകളുടെ എണ്ണവും കിട്ടിയ പിന്തുണയും പാർട്ടിയെ വെട്ടിലാക്കി. എന്നാൽ പാർട്ടി വിരുദ്ധരാണ് പുസ്തക പ്രകാശനത്തിന് എത്തിയത് എന്നായിരുന്നു CPM വാദം. തട്ടിപ്പുകളിൽ രക്തസാക്ഷി ഫണ്ടും ഉൾപ്പെട്ടത് പാർട്ടി അണികൾക്കിടയിൽ വൈകാരികമായ പ്രതിഫലനവും ഉണ്ടാക്കി. രക്തസാക്ഷി CV ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചത് 1 കോടി രൂപ. ഈ ഫണ്ടിൽ നിന്ന് വകമാറ്റിയത് 46 ലക്ഷം രൂപ. ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഓഫീസ് നിർമ്മാണ ഫണ്ടും പരസ്പരം വകമാറ്റി. കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് മാറ്റിയാണ് കണക്ക് അവതരിപ്പിച്ചത്. ധനരാജിന്റെ കുടുംബത്തിന് നൽകിയ വീടിന്റെ ചെലവ് കണക്കിലും പൊരുത്തക്കേടുണ്ട്. 34,4 ലക്ഷം ചെലവായെന്നാണ് കണക്ക് അവതരിപ്പിച്ചത്. കോൺട്രാക്ടർക്ക് നൽകിയ ചെക്ക് 29,4 രൂപയുടെ. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം, അത് പിന്നീട് പിൻവലിച്ചു. കണക്കിൽപ്പെടാത്ത 2 ലക്ഷം രൂപയുടെ ചെലവും ഉണ്ടായി. അതിലും വ്യക്തമായ മറുപടിയില്ല. 2 ഫണ്ടിലുമായി 91 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളിൽ. പക്ഷേ നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് KK രാഗേഷിന്റെ വാദം. ഇതിനു പുറമെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ 1,09 ലക്ഷത്തിന്റെ തട്ടിപ്പ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLAയുമായ TI മധുസൂദനന് നേരെയാണ് പ്രധാന ആരോപണം. പ്രതീക്ഷിച്ച പോലെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പാർട്ടിയുടെ പ്രകടനവും ഉണ്ടായി. KK രാഗേഷിൻ്റെ പത്രസമ്മേളനത്തിലെ അവതരണം സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ഇതിൽ ഈ കണക്ക് ജൂണിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ് ശുദ്ധ കളവാണ്. ജൂണിൽ കമ്മിറ്റി കണക്ക് അംഗീകരിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചർച്ച ചെയ്ത് കുറേ നടപടിയൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നു ഏരിയ കമ്മിറ്റിയിൽ. ആ നടപടിയൊക്കെ വിശദീകരിച്ചു, കണക്കില്ല. അപ്പം ഞാൻ അവസാനമായി ആ കമ്മിറ്റിയിൽ ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറ. ധനരാജ് ഫണ്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ച വകയിൽ ചെലവായ സംഖ്യ 3 സംഖ്യ കണക്കുണ്ട്. 1 29,4 ലക്ഷം, 2 30 ലക്ഷം, 3 34,4 ലക്ഷം. ഇതേതാണ് ശരി എന്നെങ്കിലും നിങ്ങൾ ഈ കമ്മിറ്റിയിൽ പറ എന്ന് പറഞ്ഞു. ഒരക്ഷരം ഒരാളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 29,4 ലക്ഷമാണ് ചിലവായത്. 30 ലക്ഷം ചിലവായി എന്ന് അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധു ഞാൻ ഈ കണക്ക് സമ്മേളനത്തിൽ വെക്കുന്നതിന് വേണ്ടി അയാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഫോണിലൂടെ പറഞ്ഞ മറുപടിയാണ്. അയാൾ പറഞ്ഞു, ഈ വിവരം ഞാൻ ജില്ലാ സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 29,4 ലക്ഷം അല്ലേ കണക്കിലുള്ളൂ, പിന്നെ ഇങ്ങനെ 30 ലക്ഷം എന്ന് പറയുന്നത്. അത് 75,000 അവസാനം ക്യാഷായിട്ട് കൊടുത്തതാണ്. ഇതായിരുന്നു അയാളുടെ മറുപടി. ഞാൻ അയാളെ വ്യക്തിപരമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ പുസ്തക പ്രകാശന ചടങ്ങിൽ പണം കട്ടു എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. അയാൾക്ക് എന്ത് നിയമ നടപടി സ്വീകരിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 75,000 ക്യാഷ് കൊടുത്തുവെങ്കിൽ ഈ 34,4 ലക്ഷത്തിന് പകരം ചിലവ് 35 ലക്ഷം ഉണ്ടേ. 34,4 ലക്ഷം ചെക്ക് കൊടുത്തതാണ്. അപ്പോൾ അത് 35 ലക്ഷം ഉണ്ടേ. 29,4 ലക്ഷം ചെക്ക് കൊടുത്തതാണ്, അപ്പോൾ 30 ലക്ഷം ഉണ്ടേ. അപ്പോൾ അത് ഇല്ല. അപ്പോൾ അത് ഒരു തെറ്റായ കണക്കാണ് എന്ന് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ 34,4 ലക്ഷം അതിൽ 29,4 ലക്ഷം മാത്രമേ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളൂ. ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയ ശേഷവും തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. എന്നു മുതലാണ് താനും പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തവരും പാർട്ടി വിരുദ്ധരായതെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ ഒരു ചോദ്യം. പാർട്ടിക്കകത്ത് ഫണ്ട് തട്ടിപ്പിനെതിരെ 4 വർഷമായി നടത്തിയ പോരാട്ടം വിജയിക്കാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം. കണക്ക് രാഗേഷ് അവതരിപ്പിക്കാത്തത് ബാക്കിയുള്ള പണം എത്ര എന്ന് വിശദീകരിക്കാൻ കഴിയാത്തതിനാലാണെന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിന് പാർട്ടി ഈ രീതിയിൽ മറുപടി നൽകിയാൽ പോരാ. അത്രയ്ക്ക് ഗുരുതരമാണ് ആരോപണം. വ്യാജ രസീത് ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടും അതുപയോഗിച്ച് പണം പിരിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാനാകും? പണം വകമാറ്റലും അനധികൃത പിരിവുമാണ് നടന്നത്. അത് പാർട്ടിയിൽ മാത്രം വിശദീകരിച്ചാൽ പോരാ, പൊതുസമൂഹത്തിന് അറിയാൻ അധികാരമുണ്ട്. പാർട്ടിക്കാര്യമാക്കി ചുരുക്കുന്നത് തട്ടിപ്പ് മറയ്ക്കാനാണെന്ന് മനസ്സിലാക്കാൻ 2 വട്ടം ആലോചിക്കേണ്ടതില്ല.